നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, പൂത്തിരുവാതിര എന്ന് വെച്ചെന്താ? വിവാഹം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ തിരുവാതിരയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘമംഗല്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പൂത്തിരുവാതിര വ്രതമെടുക്കുന്നത്. ഓക്കെ അച്ഛാ, ഇപ്പൊ മനസ്സിലായി. ഇവൾ എന്ത് വ്രതം എടുത്തിട്ട് എന്തിനാ? കുടുംബത്തിന് ഇനി എന്ത് ഐശ്വര്യം ഉണ്ടാവാനാ? ഇവള് വന്ന് കയറിയതിനു ശേഷം ആശുപത്രിയിലായി, പെട്ടിയിലായി, ജയിലിന്റെ പടിവാതുക്കൽ വരെ എത്തി. തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അതെ, അതിന്റെ എല്ലാം കാരണക്കാരാരാണെന്നും എനിക്ക് നല്ലോണം അറിയാം. അതൊന്നും ചാരുമോള് കാരണമല്ല. ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ രണ്ടെണ്ണം അസുരവിത്തുക്കൾ. അതെ, ആ മാഷ, ഞങ്ങൾ അസുരവിത്തുകള് തന്നെയാ. മാഷിപ്പ അങ്ങനെ പറയാൻ കാരണം തന്നെ ഇവളല്ലേ. ഇവളിവിടെ ഇല്ലായിരുന്നെങ്കിൽ മാഷിനിപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമായിരുന്നു. തിരുവാതിര വ്രതം നോൽക്കാൻ പോവാ, ദീർഘസുമംഗലിയാവാൻ. അല്ല മാഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം, വിഷു, തിരുവാതിര, അങ്ങനെ കുറെ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊരു ചടങ്ങായിട്ട് നടത്താൻ ഇവിടെ എല്ലാരും കൂടി അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ആ, അതിന്റെയൊക്കെ മുമ്പ് നടത്തേണ്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് കെട്ടിച്ചുവിടുന്ന പെണ്ണിന് കഴുത്തിലും കാതിലും ഒക്കെ എന്തെങ്കിലും ഇട്ടുകൊടുത്തു വിടുന്ന പരിപാടി. അല്ല, അതൊന്നും ഇവിടെ കണ്ടില്ല. പെണ്ണിന്റെ തന്ത കൊണ്ടുവന്നു സ്വർണം പൊതിഞ്ഞ ചെമ്പുമാല ആഭരണങ്ങളും. അതൊക്കെ ഞാനാ കയ്യോടെ പിടിച്ചത്. കല്യാണത്തിന് മാഷ് വാങ്ങിയ താലിയല്ലേ ഇവൻ ഇവളുടെ കഴുത്തിൽ അണിയിച്ചത്. ഇവളുടെ തന്തയ്ക്കും രണ്ടാം തള്ളയ്ക്കും ഇത്തിരിയെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിലേ ഇവക്ക് വേണ്ട. ഇവൻ ഒരു ചെറിയ മാലയോ മോതിരോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തേനല്ലോ. മരുമകനോടുള്ള സ്നേഹവും മര്യാദ അത്. അല്ല, മര്യാദ ഇല്ലാന്നറിയാം. തന്ത അത് ചെയ്തില്ലെങ്കിൽ ഇവള് വലിയ തുണിക്കച്ചവടക്കാരിയല്ലേ, ഇവക്ക് വാങ്ങിക്കൊടുക്കായിരുന്നല്ലോ. എനിക്കെന്തിനാ മാലയും മോതിരവും? എനിക്കൊന്നും വേണ്ട. എടാ, നിന്റെ ആവശ്യത്തിനല്ലടാ. ഓ, നിനക്കങ്ങനെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഒരു നാട്ടുനടപ്പാ. ഇവിടെ ഈ വീട്ടിലെ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ഒന്നും ഒരു കുറവും ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ. എടാ ആകാശേ, കല്യാണം കഴിഞ്ഞ് ഭാര്യ വീടുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ആ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? ഭാര്യ വീട്ടിൽ കഴിയാനല്ലോ ആകാശ് ചാരുവിനെ കല്യാണം കഴിച്ചത്. ഇവന് സ്വന്തമായി വീടുണ്ട്. മാഷിനെ ചൂടാക്കാനല്ല, ഞാനൊരു നാട്ടുനടപ്പ് പറഞ്ഞല്ലേ. മാഷിനറിയാലോ എന്റെ വീട്ടുകാർ എനിക്ക് എന്തൊക്കെയാ തന്നതെന്ന്. അതുകൊണ്ട് ഓരോരോ ആവശ്യങ്ങൾ വന്നപ്പോ ഈ രമേശിനും അശ്വതിക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭർത്താവിനൊരു ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം സ്വർണ്ണം എടുത്തു കൊടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നത് ഭാര്യ. ഈ ആകാശന് എന്തെങ്കിലും പ്രശ്നം വന്നാ മാഷിന്റെ പോക്കറ്റിലെ കാശെടുത്ത് കൊടുക്കണമല്ലോ. അല്ലാതെ ഇവളുടെ കയ്യിൽ വലുതും ഉണ്ടോ? ഇവർക്കൊരാപത്ത് പറ്റിയ ഓടി വരാൻ ആരുണ്ട്? ഈ വീട്ടിൽ നിന്ന് വേണമല്ലോ ഇവളുടെ ആവശ്യങ്ങൾ പോലും നടത്താൻ. ഏമ നിർത്തിക്കോ. ആകാശിന്റെയും ചാരുമോളുടെയും കാര്യത്തിൽ നീ രോഷം കൊള്ളണ്ട. ഇവർക്ക് ഞാനുണ്ട്. അതാണ് മാഷ ഇവിടുത്തെ പ്രശ്നം. മാഷിനെ ആകാശിനെ കൂടാതെ 3 മക്കള് വേറെയുണ്ട്. ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന എങ്ങനെ ശരിയാവും? എന്റെ 4 മക്കൾക്കും ഒരു കുറവും വരുത്താതെ ഞാൻ ഇതുവരെ നോക്കിയിട്ടുള്ളത്. അതിൽ അരവിന്ദൻ തല തെറിച്ചു പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? അതെ, ഇനി എന്റെ നെഞ്ചത്ത് കയറിട്ട് പൊങ്കാലിടാൻ നിൽക്കണ്ട. ശാന്തപ്പ മാമൻ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? മോളെ കൊണ്ടുപോയി പൊന്നു പോലെ നോക്കിക്കോളാന്ന്. അപ്പൊ ഇവൾക്ക് അഹങ്കാരം. ഇവള് പോയില്ല. ഇവളെന്തിനു പോണം? ഇതാ ഇവളുടെ വീട്. ഇവിടെയാണ് അവള് ജീവിക്കേണ്ടത്. ഹൈ, ഞാൻ പറഞ്ഞതല്ല. ഇവള് ശാന്തപ്പ മാമനെ പിണക്കി വിട്ടില്ലായിരുന്നെങ്കിൽ, 2 ദിവസം അവിടെ പോയി നിന്നിരുന്നെങ്കിൽ ശാന്തപ്പ മാമന്റെ ദേഷ്യമൊക്കെ മാറിയനെ.